രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ നിന്ന് പുറത്തേക്കെന്നാണ് പലരും പറയുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പല കാര്യങ്ങളും സംസാരിച്ചു. എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവർ ശരിയാണോ എന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് മാധ്യമങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത് അദ്ദേഹം ഇനി പാലക്കാട് വിട്ടു പോകുമോ എന്നുള്ളതാണ്. ഈ കോടതി വെറുതെ വിട്ടാലും അല്ലെങ്കിൽ കോടതി ജാമ്യം അനുവദിച്ചാലും ചില മാധ്യമ പ്രവർത്തകർ പറയുന്നത് ഇവരൊക്കെ കോടതിയൊന്നും അല്ല ഞങ്ങളാണ് വിധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഈ ദിലീപ് വിഷയത്തിലൊക്കെ പ്രശ്നം അല്ലെങ്കിൽ ഇവർ തെറ്റുകാരാണ്. ഇപ്പൊ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു കൊണ്ടുവന്നത്. പക്ഷെ അവർക്ക് പരാതിയില്ല. എന്നിട്ടും നിരന്തരം രാഹുലിനെതിരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രംഗത്തെത്തിയത്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഈ രാഹുലിന്റെ തിരിച്ചുവരവ് മെൻസ് അസോസിയേഷൻ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നപ്പോഴൊക്കെ അദ്ദേഹം ഇറങ്ങിയപ്പോൾ നാട്ടുകാർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതല്ലോ. അപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് മാത്രമല്ല, കോടതി ജാമ്യം കൊടുത്തപ്പോൾ, രണ്ടാമത്തെ കേസിൽ ജാമ്യം കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് പരാമർശവും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാല് ഈ പരാതിയിൽ ഒരു സംശയത്തിന്റെ നിഴലുണ്ടെന്നുള്ളതാണ്. വ്യാജ പരാതിയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോ വരുന്ന സമയത്ത് രാഷ്ട്രീയക്കാർ തന്നെ തന്നെ പാർട്ടിയിലുള്ളവർ തന്നെ ഇദ്ദേഹത്തെ ഒരു ഇരയാക്കി ഇട്ടുകൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്കൊക്കെ ഈ മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം ഒരു വെല്ലുവിളിയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമ വിചാരണ നടത്തുകയും അവർ പറയുന്നതാണ് കോടതി, അവരാണ് ശരി എന്ന ഒരു അജണ്ടയുമായിട്ട് അവർ ആരെ ശിക്ഷിക്കാൻ പറയുന്നോ ശിക്ഷിക്കണം. അതാണല്ലോ ദിലീപിന്റെ കേസിൽ നമ്മൾ കണ്ടതല്ലേ. ആ ശിക്ഷ വരുന്നവരെ അദ്ദേഹത്തെ വെറുതെ വിട്ട് എന്നുള്ള ന്യൂസ് വരുന്നത് വരെയും അതിനുശേഷവും അവർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു അജണ്ട, അവരുടെ അജണ്ട നടപ്പിലാവണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇരയ്ക്ക് യഥാർത്ഥത്തിൽ നീതിയല്ല അവരുടെ ആവശ്യം. ഈ ഇരയ്ക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും 6 പേര് ശിക്ഷിക്കുകയും അത് പ്രതികളായിട്ടുള്ള കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള 6 പേരെയും ശിക്ഷിക്കുകയാണ്. അവർ തെറ്റുകാരാണെന്ന് കണ്ടെത്തുകയാണ്. ഇന്നിപ്പോ ജഡ്ജ്മെന്റ് വരും, ശിക്ഷ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന ബഹുഭൂരിപക്ഷം ന്യൂസുകളും ഫേക്കാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വരുന്ന പല ന്യൂസുകളും നമ്മൾ ഇനി സംശയനിഴലോടുകൂടി മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. കാര്യം മാങ്കൂട്ടത്തിന്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ദിലീപിന്റെ കാര്യമായിക്കോട്ടെ, വേറെ ആരുടെ കാര്യം എടുത്താലും ഈ പീഡന കേസുകളെല്ലാം ഇവർ ഇരയുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട്, കാര്യം ഇവർക്ക് റേറ്റിംഗ് കൂട്ടുക, അത്രേ ഉള്ളൂ. ദിലീപിന്റെ വീട്ടിൽ ഡ്രോൺ പരത്തി അദ്ദേഹത്തിന്റെ അടുക്കള വരെ എടുക്കില്ലേ? അതൊക്കെ ചെയ്യുന്നത് തെമ്മാടിത്തരമല്ലേ? ഇങ്ങനെ കാണിക്കുക അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണോ? അതൊക്കെ ശരിയായിട്ടുള്ള നടപടിയാണോ? മറ്റുള്ളവരുടെ കോമ്പൗണ്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഡ്രോൺ പറത്തി അവിടുത്തെ വിഷ്വൽ എടുക്കുക എന്ന് പറയുന്നത് അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. ഞാൻ പറയുന്നത് ദിലീപ് നഷ്ടപരിഹാരത്തിന് കംപ്ലൈന്റ് കൊടുക്കണം ഇവർക്കെതിരെ എല്ലാം. ഇതുവരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവരെ അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതൊക്കെ എന്താ പറയാ, ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ വധിക്കാമോ, 8.5 വർഷം അദ്ദേഹത്തെ കൊല വിളിച്ചു, എന്നിട്ടും അവർക്ക് മതിയായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇവിടെ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തിനടുത്ത് മാനവീയം വീതിയിൽ ഒരു പ്രതിഷേധ പരിപാടി വെക്കുന്നു, ആൾക്കാരെ ക്ഷണിക്കുന്നു. ഇനി ദിലീപിന്റെ പടം കാണില്ല, ഇനി പരാജയപ്പെടുത്തും. ഒരു അജണ്ടയായിട്ട് ഇവരെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ കൂടെ WCC എന്ന് പറയുന്ന അതിന്റെ തുടക്കം ഒടുക്കം 1 വർഷമാണ്. അതിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു സംഘടന. മനസ്സിലായില്ലേ? അപ്പൊ ഇതിലൊക്കെ കുറച്ച് ഒരു വിഭാഗം ഫെമിനിസ്റ്റുകളുടെ തീവ്ര ഫെമിനിസ്റ്റുകളുടെ ഒരു അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് മാങ്കൂട്ടത്തിന് ഇപ്പൊ ശക്തമായിട്ട് ഇറങ്ങി വരുവാനും അദ്ദേഹം പാലക്കാട് സജീവമായിട്ട് ഇനി പ്രവർത്തിക്കണം. അത് തന്നെയാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഈ വ്യാജ പരാതികൾക്കെതിരെ അദ്ദേഹം പറഞ്ഞു വേറൊരു കാര്യമുണ്ടല്ലോ, ഈ ആരോപിക്കപ്പെട്ടവർ അവർ ശരിയാണോ? കറക്റ്റ് അല്ലേ? ആ ഒരു മാധ്യമ പ്രവർത്തകർ ചെയ്തത് എന്താണ്? അവർ വിവാഹം കഴിഞ്ഞ് ആ വിവാഹം മറച്ചു വെച്ച് ആണ് അവര് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ചങ്ങാത്തം കൂടുവാനും കിടപ്പറ പങ്കിടുവാനും പോയത്. അപ്പോ അവർക്ക് ശരിയാണോ? അപ്പൊ അതെന്താ ഈ മാധ്യമങ്ങളും ജനങ്ങളും ഒരു വിഭാഗം ജനങ്ങൾ മനസ്സിലാക്കാത്തത്?
അപ്പൊ പെണ്ണിന് എന്തുമാകാം. അത് ഒരു വിഭാഗം സ്ത്രീകളാണ് കേട്ടോ. പെണ്ണിന് എന്തുമാകാം. അതിന്റെ മറവിൽ അവർക്ക് എന്ത് തോന്നിവാസം കാണിച്ചാൽ അവരെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അത് അവസാനിപ്പിച്ചേ മതിയാവൂ. ഇത് നമ്മുടെ കേരള ജനതയ്ക്ക് തന്നെ എന്ന് വെച്ചാൽ യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ പോവും. അത് പാടില്ല. യഥാർത്ഥ ഇരകൾ മുന്നോട്ട് വരുമ്പോൾ അതും സംശയത്തിന്റെ നിഴലിലാകാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ തുടക്കമിട്ടത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമാ നടിയെന്ന് അവർ പറയുന്നു. ജനങ്ങൾ ചോദിക്കുന്ന ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് അറിയില്ല. ഈ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരു നേതാവ് എനിക്ക് മെസ്സേജ് അയച്ചു. ഹൂ കെയേഴ്സ് എന്ന് കേരളത്തിൽ പറഞ്ഞ ഒരേ ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടം മാത്രമാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ മുന അവിടെ നിന്നാണ് വന്നത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതായത് ഇപ്പോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തനിക്ക് പിതൃതുല്യനായ ഒരാളാണ് എന്നാണ് റിനി തുടക്കം മുതൽ പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. സതീശൻ അറിയാതെ എന്തായാലും റിനി ഇത്തരത്തിലൊരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും രാഹുലിനെ കൊടുക്കാൻ CPM നിന്നോ അല്ലെങ്കിൽ BJP നിന്നോ അല്ല, കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ആളുകൾ ഉണ്ടായിരുന്നത് എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് റിനി നമ്മുടെ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ വീടിനടുത്തുള്ള അയൽവാസിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ പിതൃതുല്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. കേക്ക് മുറിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോ വി ഡി സതീശൻ അറിയാതെ ഇതൊന്നും നടക്കില്ല. അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ വളർന്നു വരുന്ന യുവ നേതാവിനെ വെട്ടി താഴെ ഇടുക, ഇവരൊക്കെ വളർന്നു വന്നാൽ അത് സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടിട്ട് തന്നെയാണ്. പിന്നീട് അടുത്ത രണ്ടാമത്തെ പരാതിയും KPCCക്കല്ലേ പരാതി കൊടുത്തത്. പരാതി കൊടുക്കേണ്ട പോലീസ് സ്റ്റേഷനിലില്ലേ. അപ്പോൾ ഇതൊക്കെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ്. അതിന് വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇപ്പോ രാഹുൽ ഈശ്വറിനെ ജയിലിൽ കിടക്കുകയാണല്ലോ. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോ അതിന്റെ ഈ ജഡ്ജ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കേസ് പരിഗണിക്കുന്ന ജഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു MLA കോൺഗ്രസിന്റെ തന്നെ ഒരു MLA ഭാര്യയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടല്ല. അദ്ദേഹം ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ, ആരെങ്കിലും അല്ലെങ്കിൽ ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ള ആളാണോ? ഇതൊന്നുമല്ല രാഹുൽ ഈശ്വർ. അപ്പോ അദ്ദേഹം ഇത്രയും വിദ്യാഭ്യാസവും വിവരവും മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു അനീതിക്കെതിരെ പോരാടുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് വ്യാജമായിട്ടൊരു പരാതി എടുത്ത് സൈബർ സെല്ല് കൊണ്ട് നടക്കുകയല്ലേ 2 പ്രാവശ്യമല്ലേ. സാധാരണഗതിയിൽ ഒരു കേസിലെ പ്രതികളാണെങ്കിൽ പോലും ഒരു പ്രാവശ്യമാണ് കസ്റ്റഡിയിൽ വിടുന്നത്. ഇത് രണ്ടാമതും മെനഞ്ഞാന്ന് കസ്റ്റഡിയിൽ കൊടുത്ത് ഇന്നലെയാണ് അദ്ദേഹത്തെ തിരിച്ച് 11 മണിക്ക് കൊണ്ടുവന്നു കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് വിട്ടത്. ഞാൻ അവിടെ പോയിരുന്നു, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അപ്പോ ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്യാത്തവരെ ജയിലിലും ആരോപിതന്മാർക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടിയല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് രാഹുൽ ഈശ്വറിനെ ജാമ്യമില്ലാതെ ഇട്ടിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം വെളിയിൽ ഇറങ്ങിയാൽ സത്യങ്ങൾ വീണ്ടും വിളിച്ചു പറയും. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ അറിയാതെ ഇതൊന്നും നടക്കില്ല. കാരണം അതുകൊണ്ടാണ് ഈ മജിസ്ട്രേറ്റിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു MLA ആണ്, കോൺഗ്രസിന്റെ തന്നെ MLA ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് കോൺഗ്രസിലെ ഈ രാഷ്ട്രീയ കുതികാൽ വെട്ടിന്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ഇനിയും ചിലപ്പോൾ യുവ നേതാക്കന്മാരെ പലതും ഷാബിക്കെതിരെയും പലതും നടന്നെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവരൊക്കെ ഭാവിയിലെ മുഖ്യമന്ത്രിമാരാ. ഓക്കെ, വളരെ നന്ദി. ഓക്കെ.